ഇവിടുത്തെ വാർഡ് മെമ്പർ രഞ്ജു, ശ്രീമതി രഞ്ജു ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി രഞ്ജു, നമ്മൾ ഈ കാണുന്ന അപകടം അതൊരു വലിയ അപകടമാണെന്ന് ഈ ദൃശ്യങ്ങൾ നമ്മളെ പേടിപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ നിന്നും നേരിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ രക്ഷാപ്രവർത്തനം അത് ദുഷ്കരമാണ്, ആ മേഖലയാകെ അത്തരത്തിലാണെന്നൊക്കെ പറയുന്നു. വിവരങ്ങൾ എന്താണ്? നമസ്കാരം. ഇത് ഈ ഒരു 1.5 വർഷം മുമ്പാണെങ്കിൽ ഇവിടെ ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായി, അതുപോലെ ഇവിടെ നിന്ന് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ലഭിച്ചത് പ്രകാരം നമ്മൾ തഹസിൽദാരും വില്ലേജ് ഓഫീസറും അങ്ങനെ ഒരു വിഭാഗം ചെയ്യുന്നു നമ്മളവിടെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. ഹലോ, ഇതിനുശേഷം അവിടെ നമ്മൾ പിന്നെ ഈ കോറിയുടെ ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഈ അവരുടെ പേപ്പേഴ്സ് എല്ലാം റെഡിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ കോടതിയിൽ തന്നെ ലൈസൻസ് ലഭിക്കുന്നതാണ്. അതാണ് നിലവിലെ നിയമം. അതെ. ഇപ്പം നിലവിൽ 2 അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അവിടെ മരണപ്പെട്ടതെന്നാണ് അറിയാൻ സാധിച്ചത്. മരണപ്പെട്ടോ അല്ലെങ്കിൽ അവർ കുടുങ്ങി കിടക്കുന്നു എന്ന് അറിയാൻ സാധിച്ചത്. നമുക്ക് എന്ത് പറയാനെ കൊണ്ടാണ്, ഇത് വർഷങ്ങളായി ഉള്ള ഒരു പാറമടയാണോ അവിടെ ഈ ഖനനം നടക്കുന്നത്? വർഷങ്ങളായിട്ടുള്ളൊരു കോറിയാണ്. പക്ഷേ അവിടെ ജനവാസ മേഖലയുണ്ട്, തൊട്ടടുത്ത് തന്നെ ജനവാസ മേഖലയുണ്ട്. അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നിലവിൽ ഇനി ഒരു പ്രളയം സംഭവിക്കുകയാണെങ്കിൽ അവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ജനങ്ങൾക്ക്. വെച്ചാൽ അവിടെ നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാവുക ഒക്കെ ചെയ്യുന്നൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ പിന്നെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു പാറമട അതിന് തൊട്ടടുത്തൊരു പ്രദേശത്തോട്ട് വരാനെ കൊണ്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ടർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അവിടെ അനുമതി കൊടുക്കരുതെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ അവിടെ കോറി വേണം, അവർക്ക് അവിടെ ജോലി ലഭിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഒരു വിഭാഗം ജനങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും ഈ കോറിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അത് ഭീഷണിയാണല്ലോ. അതെ, പക്ഷെ ഇപ്പോൾ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ ഈ ഇത്തരത്തിലുള്ള ഖനനം നടക്കുന്ന സമയങ്ങളിൽ അത്തരം ഈ ക്വാറി പ്രവർത്തനം നടക്കുമ്പോൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ട ചില സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അതൊന്നും ഇല്ലാതെയാണോ ഇത്രനാളും അത് പ്രവർത്തിച്ചതെന്നാണോ? നമ്മൾ അതിന്റെ അകത്ത് കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ലല്ലോ. അതുമല്ല, ഇതൊരു ഒഴിഞ്ഞ കോണാണ്. നമ്മൾ ഈ കോറിക്ക് അകത്തോട്ട് കയറാൻ ഒരിക്കലും നമ്മൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മൾ അകത്തോട്ട് കയറി പോകുന്നില്ല. അതെന്താണ്? ജനപ്രതിനിധിക്കല്ലേ അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് പിന്നെ ഉദ്യോഗസ്ഥരാണല്ലോ ഇതെല്ലാം അന്വേഷിക്കാനൊക്കെ പോകുന്നത്. നമുക്ക് ഇവരുടെ അതിനകത്തോട്ടുള്ള പെർമിഷൻ ഒന്നും എപ്പോഴൊന്നും ഇല്ല നമുക്ക്. പിന്നെ ഇതാരാണ് ഇത് നടത്തിപ്പ്? ആർക്കാണ് ഇതിന്റെ? ടോം എന്ന് പറയുന്ന ഒരാളാണ്, ചെങ്കുളം. ഈ വാർഡിൽ ഉള്ള ആളാണോ? താങ്കളുടെ വാർഡിൽ? ഈ വാർഡിൽ വസ്തുണ്ട്. അവർ ഇവിടെ അല്ല താമസിക്കുന്നത്, കോന്നിയാണ് താമസിക്കുന്നത്. വർഷങ്ങളായി അവരാണ് നടത്തുന്നത്. വർഷങ്ങളായിട്ട് അവരാണ് നടത്തുന്നത്. അപ്പൊ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെ ഇത് നടത്തുന്നു എന്ന ആക്ഷേപങ്ങളൊക്കെ അവിടെ ജനങ്ങൾക്ക് നേരത്തെ ഉണ്ടോ? ഉണ്ട്. ഒരു വിഭാഗം ജനങ്ങൾക്കുണ്ട്. പിന്നെ അവിടെ സുരക്ഷാ വിഭാഗം എന്ന് വെച്ചാൽ ആ ജനങ്ങൾക്ക് ആ ജനവാസ മേഖലയിൽ ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ജനങ്ങൾ പരാതി നിരന്തരം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കത് ബോധ്യമുള്ളതുമാണ്. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിരുന്നു അവരുമായി ബന്ധപ്പെട്ട്? നമ്മളിപ്പോ ചെയ്യുന്ന ഈ ഒത്തിരി ഡിപ്പാർട്ട്മെന്റിൽ ഇവർക്ക് പേപ്പേഴ്സ് റെഡിയാണ്. പൊല്യൂഷൻ, അതുപോലെ ജിയോളജിക്കൽ വകുപ്പ്, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ പേപ്പേഴ്സ് എല്ലാം റെഡിയാണ്. ആ ഉദ്യോഗസ്ഥ വിഭാഗമാണ് അതെല്ലാം പോയി സെർച്ച് ചെയ്യുന്നത്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് കൊടുത്തേ മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് 30 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിയെ നേരിട്ട് അവർക്ക് ലൈസൻസ് ലഭിക്കുന്നത്. അല്ല, അപ്പൊ അതൊക്കെ അവർക്കുണ്ട്, അതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്, അങ്ങനെയാണോ? ഈ നിയമം നമ്മുടെ നിയമമാണ് മാറേണ്ടത്. ശരി. ഇനിയിപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് ഇനിയിപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട് എന്നൊക്കെ നമ്മുടെ അവിടെ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അപ്പൊ അതിൽ നടത്തണം. ജീവനല്ലേ അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. നമ്മൾക്ക് സ്ഥിരീകരിക്കാനൊന്നും താഴേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇതുവരെ താഴേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും. ഇപ്പോഴും നിലവിൽ മണ്ണിടിച്ചിൽ നടക്കുന്നു എന്നാണ് എനിക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. എനിക്കൊരു ആക്സിഡന്റ് പറ്റി, കാല് ഇഞ്ചുറി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സ്ഥലം സന്ദർശിക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് എൻ്റെ വിശ്വസ്തർ അവിടെ ഉണ്ട്, അവരെനിക്ക് റിപ്പോർട്ട് തരുന്നുണ്ട്. ശരി, ശ്രീമതി രഞ്ജു, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് നന്ദി. വാർഡ് മെമ്പർ രഞ്ജു ആറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അത് വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന ഒരു പാറമടയാണ്. അവർക്ക് മതിയായ ലൈസൻസുകൾ ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ വാർഡ് മെമ്പർ പറയുന്നത്. പക്ഷേ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് ആക്ഷേപങ്ങളുണ്ട്. കുറച്ച് കാലമായി അത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ, ചില സുരക്ഷാ ഭീഷണി പ്രശ്നങ്ങൾ അവിടെ നാട്ടുകാർ പറയുന്നുണ്ട്, ഒരു വിഭാഗം നാട്ടുകാർ പറയുന്നുണ്ടെന്നാണ് രഞ്ജു ഇപ്പോൾ വ്യക്തമാക്കിയത്, വാർഡ് മെമ്പർ. പക്ഷേ എന്തായാലും ഈ അപകടം നടന്നു, ഇത്രയും മണിക്കൂറുകളാവുന്നു. പക്ഷേ അപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് ആ സ്പോട്ടിലേക്ക് എത്താനായി കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ആശങ്കയായി ഇപ്പോഴും നിലനിൽക്കുന്നത്.